ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ റംസാൻ്റെ വ്ളോഗ് എല്ലാ ദിവസവും എനിക്കിട്ട് പോരാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ 2-3 ദിവസത്തെ വിശേഷങ്ങൾ ഒത്തുചേർത്തുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയൊക്കെ പെയ്തോ? ഞങ്ങൾക്ക് ഇടയ്ക്ക് 2-3 മഴയൊക്കെ ആയിട്ട് കിട്ടിയേട്ടോ, ചെറിയ രീതിയിൽ. എങ്കിലും ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഈ 2 ദിവസമായിട്ട് നന്നായിട്ട് ചൂടാണ്. ഹൈ റേഞ്ചിൽ ഇങ്ങനൊരു കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന്. ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. രാവിലെ ഉദിക്കുന്ന വെയിലിന് തന്നെ നല്ല ചൂടായിക്കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ഇപ്പോഴും ഹൈ റേഞ്ചിൻ്റെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഒരുപാട് ചൂടുമില്ല, ഒരുപാട് തണുപ്പും ഇല്ലാത്തൊരു വേനൽക്കാലമൊക്കെയാണ്. ഇപ്പം മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് കൊടുത്തത് കൊണ്ടാവാം ഭയങ്കര ചൂടാണ് കേട്ടോ. നാട്ടുമ്പുറത്തിൻ്റെ ചൂടിനോട് ഏകദേശം സാമ്യപ്പെടുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ചൂട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നോക്കാം. നമ്മൾ ഈവനിങ് സമയത്തുള്ള വ്ളോഗാണ് കേട്ടോ ഞാൻ എടുത്ത് പോയിരിക്കുന്നത്. ഇത് മുഴുവൻ വിശേഷങ്ങളൊന്നും എടുത്തില്ല, അത്യാവശ്യം ചെറുതായിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബോളി ഉണ്ടാക്കാനാണ് വൈകിട്ട്. എണ്ണക്കടികൾ ഞാൻ കഴിവതും ഇപ്പം ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ വർഷം പൊതുവേ കുറവാണ്. അപ്പോൾ ആകെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളി ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 ഏത്തപ്പഴം എടുത്ത് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ബാറ്ററി മുക്കി കൊടുക്കുന്നേ ഉള്ളൂ. ബാറ്റർ എന്ന് പറയുന്നത് മൈദാമാവും കുറച്ച് അരിപ്പൊടിയും. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂൺ അരിപ്പൊടിയും അതിനോടൊപ്പം അല്പം ഉപ്പും പഞ്ചസാരയും ഏലക്കായും ജീരകവും എല്ലാം പൊടിച്ച് ഒരു മിക്സ് കൂടിയിട്ട്, ചെറിയ ജീരകവും കുറച്ച് ഒരു 5-6 ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ബാറ്റർ ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഒരു ശകലം ഒന്ന് മാവ് പൊങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇനി 3-4 ഈത്തപ്പഴം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ബാറ്റർ മിച്ചം വന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഈന്തപ്പഴം പൊരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഈന്തപ്പഴം പൊരിച്ചെടുക്കാറില്ല. ഈന്തപ്പഴം പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടിയാണ്. ഈന്തപ്പഴം നടുവേ ഒന്ന് മുറിച്ച് അതിലെ കുരു എടുത്ത് കളഞ്ഞിട്ട് അതിലേക്ക് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബദാമാണ് കേട്ടോ. ഏത് നട്ട്സ് വേണേലും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. കടല വേണേലും വെച്ച് കൊടുക്കാം. എന്ന് നമുക്കിഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബദാമേ ഇരിപ്പുള്ളായിരുന്നു, അതുകൊണ്ടാണ് ബദാം വെച്ച് കൊടുക്കുന്നത്. എന്താണേലും ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് മാവിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുക്കിയെടുത്ത് പൊരിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇന്നൊന്നും ഈന്തപ്പഴമൊന്നും പൊരിച്ചല്ല എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബാറ്റർ മിച്ചം വന്നുകൊണ്ട് മാത്രമാണ്. ഇനി നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതായിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേന് ഒരു രസം ഉണ്ടാവുകയില്ല. മാവിനൊരു എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഈന്തപ്പഴം പൊരിച്ചെടുത്തു. ശ്രദ്ധിച്ച് നിൽക്കണം, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ് ഈന്തപ്പഴം പൊരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടാങ്ക് പൊടി ഒന്ന് മിക്സിയിലിട്ട് കലക്കി അടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഒരു കരിക്കിൻ്റെ ജ്യൂസും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള വിഭവങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. കുറച്ച് താമസിച്ചാണ് അടുക്കളയിൽ കയറിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാഞ്ഞത്. നമ്മുടെ കരിക്കിൻ ജ്യൂസാണ്. ഒരു അരമുറി കരിക്ക് ജ്യൂസായിട്ട് അടിച്ചുള്ളൂ. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് ചിലവാകാതെ പോകും. അതുകൊണ്ട് ഇനി നമുക്ക് നോമ്പ് മുറിച്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ട് കപ്പയും മീൻകറിയും മീൻ വറുത്തതുമായിരുന്നു. നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമസ്കരിച്ച് കഴിഞ്ഞ് 8-9 മണിയോട് കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇഷായും കൂടെ നമസ്കരിച്ച് കഴിഞ്ഞാണ് കാപ്പി കുടിക്കാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോമ്പുറയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ 2-3 മഴ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മഴ കിട്ടിയതിൻ്റെ ഭാഗമാണ് കേട്ടോ. പറമ്പൊക്കെ ഇത്രത്തോളമേ നനഞ്ഞിട്ടുള്ളൂ, ഒരുപാടൊന്നും നനഞ്ഞില്ല. കരിയിലൊക്കെ ഒന്നും നനഞ്ഞു, അത്രമാത്രം. അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് തറവാട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ അത്താത്താടെ 40 ദിവസമായപ്പോൾ അതൊരു അറബി കോളേജിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അറബി കോളേജിലേക്ക് പോകുന്നില്ല, ആണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പെണ്ണുങ്ങൾ വീട്ടിൽ നോമ്പ് തുറക്കും. ഈ കോളേജിൽ നിന്ന് നമുക്ക് കൂടിയുള്ള ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരും. ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറപ്പിനായി പോയിരിക്കുകയാണ്. നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവരെല്ലാം വന്ന് കേട്ടോ. കോളേജിൽ നിന്ന് നമുക്കുള്ള ഭക്ഷണവും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇടിയപ്പവും പത്തിരിയുമാണ്. ഇടിയപ്പം എന്ന് പറയുമ്പോൾ റാഗിപ്പൊടിയുടെ ഇടിയപ്പം ആയിരിക്കും കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. അല്ല, നെല്ലിൻ്റെ ഇടിയപ്പമാണ് കേട്ടോ. നല്ല അടിപൊളി ഇടിയപ്പവും നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിലായിരുന്നു അവിടുത്തെ ഭക്ഷണം. അങ്ങനെ അതൊക്കെ കഴിച്ച് രാത്രി തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അതുകൊണ്ട്
ഇച്ചപ്പനെ കണ്ടില്ലെന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ഇച്ചപ്പൻ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വരത്തില്ല, വിളിച്ചാൽ ഒട്ടും വരത്തില്ല. അതുകൊണ്ട് അവനെ എടുക്കാനും സമ്മതിക്കത്തില്ല. വീഡിയോ ഫോൺ കാണുന്നത് എന്നെ പായിക്കും. അങ്ങനെ വീട്ടിലുള്ള ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേന് ദാണ്ട പള്ളിയിൽ നിന്നും അറബി കോളേജിൽ നിന്നൊക്കെ നോമ്പ് കുറച്ചിട്ട് വന്ന് ദാണ്ട ഉമ്മാരെല്ലാം വിശ്രമത്തിലാണ്. അപ്പം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ദാണ്ട ഇച്ചപ്പൻ എൻ്റെ വണ്ടിയുടെ മണ്ടയിൽ കയറി നിൽക്കുന്നതാണ്. പോകണ്ട, എൻ്റെ താക്കോലാണ് കേട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവർ എൻ്റെ കൂടെ വരുമോ അതൊക്കെ പറഞ്ഞ് കയറിയെന്നാണ്. ഞങ്ങൾ രാത്രിയിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസത്തെ നോമ്പൂറിയും വിശേഷങ്ങളുമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഓരോരോ കാരണങ്ങളും സാഹചര്യവും കൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് പകലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാത്തതും. അപ്പോൾ ഏലത്തിൻ്റെ പണികളൊക്കെയാണ് കേട്ടോ പകൽ. പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമല്ല. ഏലത്തിനും രാവിലെയാണ് ഏലത്തിൽ ഇറങ്ങുന്നത്. വെയിൽ കൂടി വരുമ്പോഴത്തേന് ഏലത്തിൽ നിന്നും കയറി വരും. അപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരിക്കും. അകത്തിരി തോതിപ്പറക്കിയൊക്കെ കഴിയുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് 4 മണിക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ പകലത്തെ വിശേഷങ്ങളൊന്നും തന്നെ കാണിക്കാത്തത്. പിന്നെ ഇത് നോമ്പ് മുറിക്കാനായിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേന് തന്നെ എല്ലാം സെറ്റായിരുന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്തല്ല, കുറച്ചുകൂടെ ദൂരെ കല്ലാറെന്ന് പറയുന്ന സ്ഥലത്താണ് നോമ്പ് മുറിക്കാനായിട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോകളൊന്നും ഈ ഒരു നോമ്പ് മുറിയിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇതിൽ 50-ഓളം ആളുകൾ പങ്കെടുത്തൊരു ഇഫ്താർ വിരുന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോമ്പ് മുറിക്കാനായിട്ട് സെറ്റായിട്ടിരുന്നതാണ്. ഇനിയിപ്പോൾ ഏകദേശം ബാങ്ക് വിളിക്കാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയി വരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സെറ്റാണ് കേട്ടോ. ഇത് തരിക്കഞ്ഞിയാണ്. ആദ്യം വെള്ളമെടുത്തു, ഇനി തരിക്കഞ്ഞി, പിന്നെ ഇഫ്താറിനുള്ള ഒരു സെറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നോമ്പ് പൊറിക്കാനായിട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബാങ്ക് വിളിക്കും കേട്ടോ. അത് നോക്കി നിന്നതാണ്. അറിഞ്ഞാൽ ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് അറിയാതെ വീഡിയോ എടുത്തോളാം കുക്കുവിനോടാണ് പറഞ്ഞത്. കുക്കുവാണ് കേട്ടോ അത്യാവശ്യം വീഡിയോ എല്ലാം കവർ ചെയ്ത് പോകുന്നതും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെയും വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2-3 വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് ഇടിയപ്പവും ബീഫ് കറിയുമാണ്. പിന്നെ പത്തിരിയും ഉണ്ട് കേട്ടോ. എന്നും പത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഇടിയപ്പവും ബീഫ് കറിയും കഴിച്ചു. എന്നും ആകുമ്പോൾ തന്നെ ഒരു രസമില്ലാതാവും. അങ്ങനെ നോമ്പൂറി എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ തന്നെ നമ്മൾ തിരിച്ചിങ്ങ് പോരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് പോരാനായിട്ട്. എങ്കിലും ഞങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ തിരിച്ചിങ്ങ് പോരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ 2-3 ദിവസത്തെ ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.